കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഓണം സഹകരണ വിപണി ആരംഭിച്ചു. വെള്ളിയാങ്കുടിയിലെ വിപണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ് കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. 2025 ഓണം ഉത്സവത്തോടനുബന്ധിച്ചാണ് അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുന്നതിന് സർക്കാർ ധനസഹായത്തോടെ കൺസ്യൂമർ ഫെഡിന്റെ നിയന്ത്രണത്തിൽ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളയാങ്കുടിയിലും വാഴവരയിലും ഓണം സഹകരണ വിപണി ആരംഭിക്കുന്നത്. ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം വെള്ളയാങ്കുടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ് കുന്നേൽ നിർവഹിച്ചു. നമ്മുടെ വില നിയന്ത്രിക്കുവാൻ ഓണത്തിന് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഓണം ആഘോഷിച്ചുകൊണ്ട് വലിയ പദ്ധതി, അത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, ഈ രാജ്യം ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികളും അതിനെ വളരെ മുന്തിയ പരിഗണന കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കാണം വിറ്റും ഓണം ഉണ്ണണമെന്നായിരുന്നെങ്കിലും ഇന്ന് കാണം വിൽക്കാതെ തന്നെ ഓണമുണ്ടാകാവുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് രജിസ്ട്രാർ റോബിൻ ഡി ജോൺ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വാഴവരയിലെ വിപണി ബാങ്ക് പ്രസിഡന്റ് ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. സഹകരണ സ്ഥാപനങ്ങൾ അവരുടെ ഒരു സ്വമേധയ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന ഓണ സീസണിൽ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്, വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ തരത്തിലുള്ള വിപണികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. കുത്തരി, പച്ചരി, പഞ്ചസാര, ചെറുപയർ, വൻപയർ, കടല, ഉഴുന്ന്, പരിപ്പ്, മുളക്, മല്ലി, വെളിച്ചെണ്ണ തുടങ്ങി 11 ഇനം സാധനങ്ങളാണ് സബ്സിഡിയോടെ നൽകുന്നത്. വെള്ളയാങ്കുടിയിലെ വിപണിയിൽ ഓരോ ദിവസവും 150 പേർക്കാണ് സബ്സിഡി നൽകുന്നത്. സെപ്റ്റംബർ 4 വരെയാണ് വിപണി പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ തോമസ് മൈക്കിൾ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയ് കുടക്കച്ചിറ, ബോർഡ് മെമ്പർമാരായ ജോയ് ആരിത്തോട്ടം, സജീന്ദ്രൻ പൂവാങ്കൽ, ശാന്തമ്മ സോമരാജൻ, സവിത സന്തോഷ്, സിനു വിജയകുമാർ, ജോയ് പൊരിനൂലിൽ, TJ ജേക്കബ്, സിനു വാലുമേൽ, കൺസ്യൂമർ ഫെഡ് ജില്ലാ കോർഡിനേറ്റർ ബിജു വർഗീസ്, ബാങ്ക് സെക്രട്ടറി റോബിൻസ് ജോർജ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.